പശ്ചിമബംഗാളിലേക്ക് പോകാം. മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ കൊൽക്കത്തയിൽ ചേർന്ന യോഗത്തിലാണ് സുവേന്ദുവിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. चुनाव की प्रक्रिया पूरी हुई है। लगभग 8 प्रस्ताव और समर्थन प्राप्त हुए हैं और सभी प्रस्ताव और समर्थन एक ही नाम के मिले। दूसरे नाम के लिए भी सबको समय दिया गया, पर्याप्त समय दिया गया, मगर कोई दूसरा नाम नहीं आया है। പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് അമിത്ഷാ ഇത്തിരി പ്രഖ്യാപനം നടത്തുമ്പോൾ ബംഗാളിന്റെ ചരിത്രം കൂടി വഴിമാറുകയാണ്. 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിന് തിരശ്ശീല വീഴുന്നു. നാളെ സത്യപ്രതിജ്ഞ. ഇനി ഉള്ള മറ്റ് നടപടിക്രമങ്ങൾ ബാക്കിയുള്ളത് എന്തൊക്കെയാണ് ബസന്ത്? പ്രജീഷ്, നാളെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ വച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖരൊക്കെ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും. അല്പസമയം മുമ്പ് കൊൽക്കത്തയിൽ ചേർന്ന BJPയുടെ നിയമസഭാ കക്ഷി യോഗമാണ് സുവേന്ദു അധികാരിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തത്. പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുകയായിരുന്നു സുവേന്ദു അധികാരി. കഴിഞ്ഞ തവണയാണ് മമതാ ബാനർജിക്കെതിരെ നന്ദിഗ്രാമിൽ വലിയ വിജയം നേടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇത്തവണ ഭവാനിപ്പൂരിലും മമതാ ബാനർജിയെ പരാജയപ്പെടുത്തി നന്ദിഗ്രാം മണ്ഡലവും അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നാണ് സുവേന്ദു അധികാരി രാഷ്ട്രീയം തുടങ്ങുന്നത്. അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ നേതാവായിരുന്ന സുവേന്ദു അധികാരി പിന്നീട് മമതാ ബാനർജിയുമായി തെറ്റുകയായിരുന്നു. നന്ദിഗ്രാം അടങ്ങുന്ന മേഖലയിലെ അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു സുവേന്ദു അധികാരി എന്നുള്ള തൃണമൂൽ കോൺഗ്രസിന്. പിന്നീട് തെറ്റിയ ശേഷമാണ് BJPയിൽ ചേർന്നത്. BJPയെ വളരെ ചെറിയ ഒരു പ്രവർത്തകർ മാത്രം ഉണ്ടായിരുന്ന ഒരു BJPയെ സംസ്ഥാനത്ത് അധികാരത്തിലെത്തിക്കുന്നതിന് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ സുവേന്ദു അധികാരി നടത്തിയ പ്രവർത്തനം തന്നെയാണ് വിജയത്തിലെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഒരുപക്ഷെ ഒരു നാൾ ഇരുട്ടി വെളുക്കുമ്പോൾ കൊൽക്കത്ത നഗരം ഒരുപക്ഷെ കാവി അണിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതായത് 35 കൊല്ലം ചെമ്പട്ടണിഞ്ഞിരുന്ന ഒരു നഗരം പിന്നീട് 15 കൊല്ലം നീല നിറത്തിൽ മുങ്ങി നിൽക്കുകയായിരുന്നു. ഇന്നലെ രാത്രി മുതൽ അല്ലെങ്കിൽ മെനിഞ്ഞാന്ന് രാത്രി മുതൽ കൊൽക്കത്ത നഗരം കാവി അണിയുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് കൊൽക്കത്ത നഗരത്തിലുടനീളം തന്നെ BJPയുടെ പതാകകളും കാവി നിറങ്ങളുമാണ് ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത്. നാളെയാണ് സത്യപ്രതിജ്ഞ വച്ചിരിക്കുന്നത്.